പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവെ, അങ്ങ് വന്ന് കൈവയ്ക്കുകയാണെങ്കിൽ എൻ്റെ മകൾ ജീവിക്കും. മരിച്ചുപോയ ഒരു പെൺകൊച്ചിൻ്റെ അപ്പൻ വന്നിട്ട് കർത്താവിനോട് പറയുന്ന കാര്യമാണിത്. എന്തൊരു വിശ്വാസമാണ് നോക്കണേ. മോളവിടെ മരിച്ചു കിടക്കുക. ആ മരിച്ചു കിടക്കുന്ന കുഞ്ഞിനെ ജീവനിലേക്ക് തിരികെ എടുക്കാൻ ഇവൻ്റെ സാന്നിധ്യത്തിന്, ഇവൻ്റെ സ്പർശനത്തിന് പറ്റുമെന്ന് അയാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഈ ആശാരിപ്പണിക്കാരൻ ദൈവമാണെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് ദൈവത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഈ മനുഷ്യര് രക്ഷയും ജീവനുമാണ് കുടുംബത്തിൽ കൊണ്ടുവരുന്നതെന്നറിയണം. എല്ലാ ദിവസവും ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഏത് നേരവും നമ്മുടെ മനസ്സിൽ വരേണ്ട ഒരു കാര്യം, കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വാ. ദൈവത്തെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്നവര്, ദൈവത്തെ ബന്ധങ്ങളിലേക്ക് ക്ഷണിക്കുന്നവര് ജീവനെയാണ് ക്ഷണിക്കുന്നത്, സന്തോഷത്തെയാണ് ക്ഷണിക്കുന്നത്, ശരിക്കും രക്ഷയെയാണ് ക്ഷണിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നുവെന്ന്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഈശോ സക്കേവൂസിനോട് പറയുന്ന കാര്യമാണ്. കാരണം ആ സമയത്ത് കർത്താവ് അവിടെ ഉണ്ട്. അത്രയും നാൾ ആ കുടുംബത്തിൽ സമൃദ്ധി ഉണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കാര്യമില്ല. അത് കർത്താവില്ലാത്തത് കൊണ്ട്. കുടുംബത്തിൽ ജീവൻ വരണമെങ്കിൽ അതാ മരിച്ചു കിടക്കുന്നൊരു പെങ്കൊച്ചിന് കർത്താവ് പറയുന്നുണ്ട്, അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുകയാണ്. നമ്മൾ മനുഷ്യർ നോക്കുന്നത് പോലുള്ള വലിയ പ്രയാസങ്ങളുടെ നേരെ കർത്താവ് നോക്കുമ്പോൾ അത് ഈശോയ്ക്ക് എടുത്തു മാറ്റാവുന്ന കാര്യമുള്ളേ. നമ്മൾ വലിയ വായിൽ നിലവിളിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് ഇടപെട്ട് കഴിയുമ്പോൾ എന്തൊരു സിമ്പിളായിട്ടാണ് മാറിപ്പോണേ. വീട്ടിലേക്ക് കർത്താവിനെ ക്ഷണിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ധ്യാനിച്ചതാണ്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ധ്യാനം എപ്പോഴും നല്ലതാണ്. കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. മർത്ത പറയുന്നു, മറിയം പറയുന്നു, രണ്ടുപേരും പറയുന്നുണ്ട്. മരിച്ചു പോകാനായിട്ടുള്ള കാരണം കർത്താവെ നീ ഇല്ലാത്തത് കൊണ്ടാണ്. നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ മരിച്ചവരെ കണക്ക് മനുഷ്യർ നടക്കുന്നുണ്ടെങ്കിൽ, ആത്മാവിൻ്റെ ഒരു ജീവനില്ലാതായി പോയ കണക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈശോയെ കുടുംബത്തിലേക്ക് ക്ഷണിക്കുക. അവനുള്ള കുടുംബത്തിൽ ജീവനുണ്ട്. അവൻ വന്ന് കയറുന്ന കുടുംബത്തിൽ രക്ഷയുണ്ട്. അവിടെ യഥാർത്ഥമായ സമാധാനവും സന്തോഷവുമുണ്ട്. ശരിക്കും കർത്താവിന് നമ്മുടെ കുടുംബത്തിൽ സ്ഥാനമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു ധ്യാനത്തിൻ്റെ ഇടയ്ക്ക് വീടുകൾ വെഞ്ചരിക്കാൻ പോകുന്ന ഇതിനിടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരച്ഛൻ നോക്കുമ്പോൾ ഒരു കൊച്ചു മാത്രമേ അവിടെ ഉള്ളൂ. അവളോട് ചോദിക്കുന്നുണ്ട്, മോളെ ഇവിടെ ആരൊക്കെയുണ്ട്? അവൾ പറയുന്നുണ്ട്, ഇവിടെ ഞങ്ങൾ 5 പേരാണ്. അപ്പനുണ്ട്, അമ്മയുണ്ട്, ചേട്ടനുണ്ട്, ഞാനുണ്ട്, പിന്നെ ഈശോയും ഉണ്ട്. അവസാനത്തെ ഒരു ആഡ് ഓൺ ഉണ്ടല്ലോ, അതിലാണ് എല്ലാ കാര്യവും. കാരണം ഇത് കർത്താവാകുന്ന മൂലക്കല്ലിന്മേൽ പണിതുയർത്തപ്പെടുന്ന അവൻ്റെ നിരന്തര സാന്നിധ്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾ ജീവൻ്റെ വിളനിലങ്ങളാണ്, ജീവൻ്റെ ഇടങ്ങളാണ്. ശരിക്കും ആ കുടുംബത്തിലുള്ള സന്തോഷം ഇങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റും. കയറി ചെല്ലുമ്പോൾ തന്നെ ചില വീടുകളിലൊക്കെ കയറി ചെല്ലുന്ന നേരത്തെ നമുക്ക് കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ, എന്തൊരു പ്രകാശമാണ് അവിടെ. ഞങ്ങൾ 5 പേരാണ്, 5ാമത്തെ ആൾ ക്രിസ്തുവാണെന്ന് വിളിച്ചു പറയാൻ പറ്റുന്ന വിധത്തിൽ. വീട്ടിൽ എത്ര പേരുണ്ടെങ്കിലും ഒരാളെ കൂടെ ആഡ് ചെയ്യും. 6 പേരാണെങ്കിലും ഞങ്ങൾ 7 പേരുണ്ട്, 7ാമത്തെ ആൾ ഈശോയാണ്. അങ്ങനെ ഒരു സ്ഥാനം കൊടുക്കുക. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ശരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവർ ഇങ്ങനെ ആവില്ലായിരുന്നു. ഈശോയ്ക്ക് കുടുംബത്തിൽ അവൻ അർഹിക്കുന്ന സ്ഥാനം കൊടുത്തിരുന്നെങ്കിൽ, ഇന്നു മുതലെങ്കിലും, ഇന്ന് തുടങ്ങിയെങ്കിലും എല്ലാവരും ഒന്ന് ഗൗരവത്തിലെടുക്കാൻ പറ. ഈശോയോട് കൂടെ ഇരുന്ന് ഉള്ള പ്രാർത്ഥന, ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം, ഈശോയുടെ തിരുഹൃദയത്തിന് മുൻപിൽ നിന്നുള്ള ഒരു ഇത്തിരി നേരത്തെ പ്രാർത്ഥന. ഈശോയെ, അങ്ങേക്ക് വേണ്ടി ഇങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇത്ര വലിയൊരു സ്ഥാനം ഉറപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ നിരന്തര സാന്നിധ്യം അനുഭവിക്കുന്ന ഭവനങ്ങളായി മാറാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് ആശീർവാദം നൽകണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുമുൻപിൽ നമുക്ക് വലിയ പ്രാർത്ഥനയോടുകൂടെ മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ അനുഗ്രഹം ദിവ്യകാരുണ്യ സ്നേഹമേ
പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്വർഗം കണക്കിയ ഒരു വീട്, ദേവാലയത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം നമ്മുടെ കുടുംബത്തിൽ. സ്വപ്നം മാത്രമല്ല, നിറവേറ്റപ്പെടേണ്ട ഒരു പ്രാർത്ഥനയായി ഇതൊന്ന് ഹൃദയത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് നമുക്ക് വിശ്രമത്തിനായിട്ട് കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.